ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. SSLC കുട്ടികൾക്ക് മോർണിംഗ് ലൈവ് ഉണ്ടായിരുന്നു. അവർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് കേട്ടോ. 2 ദിവസം മുമ്പ് പോയ വെക്ടർ ആൻഡ് 3Dയുടെ ഒരു ലൈവിൻ്റെ അടിയിൽ വന്ന കമൻസുകളാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മറ്റൊന്നല്ല, 2 ടൈപ്പ് ഓഫ് കമൻസുകളാണ്. കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാർക്ക് പണ്ടത്തെ ഒരു വൈബൊന്നുമില്ല, ഒരു രസമൊന്നുമില്ല, പഠിപ്പിക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലാവാത്ത പ്രശ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് കുട്ടികൾ പറഞ്ഞത്, സാർ നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റി, നന്നായിട്ട് മനസ്സിലായി, അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള കമൻറ്റുകളാണ്. ഒരേ ലൈവിനടിയിൽ വന്ന 2 കമൻറ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് 2 കുട്ടികളെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെക്കോർഡ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. സോ തീർച്ചയായിട്ടും ആ പഴയ വൈബൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നിങ്ങളിട്ട കമൻറ്റുകളിൽ കുറച്ച് കമൻറ്റുകൾ ഇട്ടു. ഞാൻ ഒരുപാട് കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണിക്കണം തോന്നിയ കുറച്ച് കമൻറ്റുകൾ, എന്തായാലും സന്തോഷം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏറ്റവും ആദ്യം ഈ വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2 പോയിന്റുകൾ തന്നുകൊണ്ട് വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആവശ്യം വരും. അത് എവിടൊക്കെയാണ് ചോദിക്കാനൂടെ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് എയും ബിയും ജോയിൻ ചെയ്തുകൊണ്ട് AB എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം. എയും ബിയും ജോയിൻ ചെയ്തുകൊണ്ട് AB. ഇത്രേ ഉള്ളൂ. AB കണ്ടുപിടിക്കാൻ 4 - 1 3, 3 - 3 0 ആൻഡ് 2 - 5 -3. അപ്പോൾ ഈ 2 കോർഡിനേറ്റ് തന്നുകൊണ്ട് നിങ്ങളോട് വെക്ടർ കാണാൻ പറഞ്ഞാൽ ഇത്ര ചെയ്താൽ മതി. ഇത് എങ്ങനെയൊക്കെ ചോദിക്കാൻ ശ്രദ്ധിച്ചോ. ഇപ്പം നിങ്ങൾക്കൊരു ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ് തരും. ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ് 1 3 5, അതേപോലെ 4 3 2, അതേപോലെ തന്നെ 2 6 7 ഏതെങ്കിലും 3 പോയിന്റുകൾ തരും. എന്നിട്ട് നിങ്ങളോട് പറയും എയും ബിയും കണ്ടുപിടിക്കാൻ. AB എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. എന്നിട്ട് BC കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. ആ രീതിയിലായിരിക്കും ചോദ്യം വരിക. ഇനി എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. അതായത് 2 വെക്ടറുകൾ തന്നുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A.B. A.B എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 × 3. ഡോട്ട് പോട്ട് എടുക്കാൻ നേരെ മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 3 3, -2 × -2 4. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. യെസ് സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വൈബും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? 3 പിന്നെ ചാറ്റില്ലാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. 3 × 1 3 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല, അതിൻ്റെ വെക്ടറിൻ്റെ നീളമാണ്. ദാറ്റ് ഈസ് 1² പ്ലസ് -2² പ്ലസ് -2² 4, 3² എന്ന് പറഞ്ഞാൽ 9 ഡോട്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് B എന്ന് പറഞ്ഞാൽ 3² 9 -2² 4, 1² 1. സോ ഈ കാണുന്ന ആൻസർ എന്ത് നമുക്ക് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് സൈലന്റ് ആയി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുക? ദിസ് ഈസ് കോസ് തീറ്റ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ചാൻസ് കൂടുതലുള്ള. 3 4 7 7 3 10. സോ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 10 ഡിവൈഡ് ബൈ √14 ഇൻറ്റു √14. സോ ദാറ്റ് ഈസ് 10/14 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 10/14 അല്ലെങ്കിൽ 5/7 എന്ന് എഴുതിയ ഫുൾ മാർക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 വെക്ടർ എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ 2 വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആദ്യം A എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് B എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ കോസ് തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഹൈ ലെവലാണ്, ആ ടോപ്പിക്കിൻ്റെ ഒരു ഇത്തിരി അധികം കൂടിയത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2 വെക്ടറുകൾ പരസ്പരം പാരലലാണ് അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്. 2 വെക്ടറുകൾ പരസ്പരം പാരലലാണ് അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ചോദ്യം ശ്രദ്ധിച്ചോ. ഷോ ദാറ്റ്, നിങ്ങൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യം ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ഈ കാണുന്ന വെക്ടറും പരസ്പരം കൊളീനിയർ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? കൊളീനിയർ ആണെങ്കിൽ സിമ്പിൾ ആണ്, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയും. അഥവാ ഈ കാണുന്ന നമ്പറിനെയാണ് ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയാം. ഒരു ഇത് ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 - 3 4. രണ്ടാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? -4 6 -8. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 2/-4 ഈക്വൽ ടു -3/6.
ഈക്വൽ ടു 4/-8. എല്ലാം ഒരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ, എല്ലാം സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ ഇതെന്താണ്? കൊളീനിയർ ആണ്, അല്ലെങ്കിൽ പാരലൽ ആണ്. കൊളീനിയർ ആണ് അല്ലെങ്കിൽ പാരലൽ, ഒരേ ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? കൊളീനിയർ ആണ്. അതാണ് അതിന്റെ ഐഡിയ. അപ്പൊ നമ്മുടെ ഈ കാണുന്ന ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ഈ കാണുന്ന ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ഈ ചോദ്യം, കൺസിഡർ ദി പോയിന്റ്സ് എ ബി സി. 3 പോയിന്റ് തന്നു. എന്നിട്ട് ആദ്യം എ ബി കാണാൻ പറഞ്ഞു. എ ബി എന്താ കണ്ടുപിടിക്കാം? എ ബി എന്ന് പറഞ്ഞ വെക്ടർ എന്താ? എ ബി എന്താണ്? ദാറ്റ് ഈസ് 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ I. 6 - 2 4. 3 - 7. ഇതേപോലെ ബി സി കണ്ടുപിടിച്ചു. എ ബി, ഇത് എ, ഇത് ബി, ഇത് സി. എ ബി സി, ഇതും ബി സി. സോ ബി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 - 2 1. 10 - 6 4. -1 - 3 -4. ആ സെയിം വെക്ടർ എന്നാണ് കിട്ടി. എ ബിയും ബി സിയും ചെയ്തപ്പോൾ സെയിം ആണ് കിട്ടിയത്. സോ ഇതെന്താണ്? പാരലൽ. അങ്ങനെ തന്നെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/1 ഈക്വൽ ടു 4/4 ഈക്വൽ ടു -4/-4. ഇതെല്ലാം എന്താണ്? പരസ്പരം സെയിം ആണ്. സോ ഈ എയും ബിയും സി എന്താണ്? കൊളീനിയർ ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. √(x1 - x2) + y1 - y2) + z1 - z2 ഒക്കെ വെച്ചിട്ട് എ ബി + ബി സി = എ സി അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡയറക്ഷൻ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, എന്താണ് ഡയറക്ഷൻ കൊസൈൻ എന്ന് ചോദിക്കാം ചിലപ്പോൾ. ഇത് ശരിക്കും 3D എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കൂടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ കൊസൈൻ കാണാൻ എന്ത് ചെയ്യേണ്ടത് അറിയോ? ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ റേഷ്യോ നമുക്കറിയാലോ. എന്താണ്? 3 - 2 5 ആണ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്ഷൻ കൊസൈൻ കാണാൻ ആദ്യം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം, ഇതിന്റെ വലുപ്പം. ദാറ്റ് ഈസ് √3² + -2² + 5². √38 എന്ന് കിട്ടും. √38. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ നമ്പർ ഡിവൈഡഡ് ബൈ √38, രണ്ടാമത്തെ നമ്പർ ഡിവൈഡ് ബൈ √38, മൂന്നാമത്തെ നമ്പർ ഡിവൈഡ് ബൈ √38. ഈ നമ്പറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ എ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്, അല്ലേ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? വെക്ടർ എ എന്ന് പറഞ്ഞാൽ 3/√38, മാഗ്നിറ്റ്യൂഡ് നമ്മൾ 3/338 -2j/√38 + 5k/√38. നമ്മളിപ്പോൾ കണ്ട നമ്മുടെ ഡയറക്ഷൻ കൊസൈനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്, ഇത് നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ കമ്പണന്റ് കൂടിയായിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് ഒരു എന്താ പറയുക ഡയറക്ഷൻ കൊസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ എഴുതാം? അതിന്റെ കൂടെ ഐയും ജെയും കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എല്ലാ ചോദിച്ചോളൂ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് ചോദിച്ചാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചോദ്യ പേപ്പറില്ല. അതായത് പ്രൊജക്ഷൻ എ ഓൺ ബി ആണ്. പ്രൊജക്ഷൻ എ ഓൺ ബി, ഇതിന്റെ ഇക്വേഷൻ ചോദിച്ചോ. പ്രൊജക്ഷൻ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്താ? a.b ഡിവൈഡഡ് ബൈ, അതായത് ഈ കാണുന്ന വെക്ടർ ഇതൊരു വെക്ടർ ആണെന്ന് വിചാരിച്ചോ, ഇത് വേറെ ഒരു വെക്ടർ ആണെന്ന് വിചാരിച്ചോ. ഈ കാണുന്ന വെക്ടർ ബി ആണ്, ഈ കാണുന്ന വെക്ടർ എ ആണ്. ഒരാൾ എന്ത് ചെയ്യാണ്? ഈ കാണുന്ന വെക്ടർ എന്റെ മുകളിൽ ഇങ്ങനെ ടോർച്ച് അടിക്കുകയാണ്. അപ്പൊ ടോർച്ച് അടിക്കുന്ന സമയത്ത് ഇവിടം വരെയുള്ള ഒരു നീളം ഉണ്ടാവും, ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഈ നീളത്തെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയാം. ഈ നീളത്തെയാണ് പ്രൊജക്ഷൻ എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a.b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓൺ ബി. എ ഓൺ ബി ആണെങ്കിൽ അടിയിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. a.b എങ്ങനെ കണ്ടുപിടിക്കാം? 1 × 7 7, 3 × -1 -3, 7 × 8 8 8 64, 8 × 7 56. സോ 60 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? √(a) ന്റെ സ്ക്വയർ 49, -1 സ്ക്വയർ 1, 8 സ്ക്വയർ 64. അപ്പൊ എന്ത് കിട്ടും? 56 × 63, 63 കുറച്ചാൽ 60 ബൈ √114. സോ ഇതാണ് ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊജക്ഷൻ 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും, അത് പരീക്ഷയ്ക്ക് വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഇതിൽ ചോദ്യം വന്നാൽ എന്ത് ചെയ്താൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. അതായത് നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു വെക്ടറും വേറെ ഒരു വെക്ടറും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഒരു വെക്ടറും വേറെ വെക്ടറും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടുത്തെ ഐഡിയ എന്താണ്? ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. a.b = 0 ആണ്.
എന്നാൽ ഈ ചോദ്യം അങ്ങനെയല്ല. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ. ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. എന്താ കണ്ടീഷൻ? ബോത്ത് പെർപെൻഡിക്കുലർ ടു ദി ഗിവൺ വെക്റ്റർ. ഈ എയും ബിയും പെർപെൻഡിക്കുലർ ആണ് എന്നല്ല ഇവിടെ പറഞ്ഞത്. പകരം എന്താ പറഞ്ഞത്? നമുക്കൊരു വെക്റ്റർ കണ്ടുപിടിക്കണം. അതെന്തായിരിക്കണം? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഈ കാണുന്ന വെക്റ്റർ കണ്ടുപിടിക്കേണ്ടത്. ഈ കാണുന്ന വെക്റ്റർ ഇതിനും ഈ കാണുന്ന വെക്റ്റർ ഇതിനും പെർപെൻഡിക്കുലർ ആണ്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് വെക്റ്ററിനും പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാൻ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി ആണ്. മാറിപ്പോയത് കേട്ടോ. രണ്ട് വെക്റ്ററുകൾക്കും പെർപെൻഡിക്കുലർ ആയുള്ള വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ജെ കെ. 2 1 3 3 5 -2. അപ്പൊ ഇത് സാധാരണ ഡിറ്റർമിനന്റ് ചെയ്യുന്നത് പോലെ ചെയ്യാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. എങ്ങനെ ഡിറ്റർമിനന്റ് ചെയ്യുന്നത് പോലെ ചെയ്യാം? I ഇൻറ്റു -2 പ്ലസ് -15 -2 -15 ആണ് എത്രയാ? -17 മൈനസ് ജെ ഇൻറ്റു -4 -10 പ്ലസ് കെ ഇൻറ്റു 10 -3 7 ഇങ്ങനെ കിട്ടും. ഇതൊന്ന് വൃത്തി ചെയ്താൽ എന്ത് കിട്ടും? -17i പ്ലസ് 13j പ്ലസ് 7k. ഇതാണ് ഈ വെക്റ്റർ. എന്തായിരിക്കും അറിയോ? ഈ കാണുന്ന വെക്റ്ററും ഈ കാണുന്ന വെക്റ്ററും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഈ കാണുന്ന വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആണിത്. നോക്കി നോക്കൂ. -17 ഇൻറ്റു 2 -34 പ്ലസ് 13 ഇൻറ്റു 1 13 പ്ലസ് 7 ഇൻറ്റു 3 21. നോക്കി നോക്കിയേ. -34 പ്ലസ് 34 0 അല്ലേ? ഇതേപോലെ തന്നെ ഈ കാണുന്ന വെക്റ്ററും എന്തായിരിക്കും? ഈ കാണുന്ന വെക്റ്ററും ഇതേപോലെ ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടും. കാരണം രണ്ടിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കി നോക്കൂ. -17 ഇൻറ്റു 3 -51 13 ഇൻറ്റു 5 65 7 ഇൻറ്റു -2 -14. കണ്ടോ? -51 -14 -65 -65 പ്ലസ് 65 0. അതാണ് കോൺസെപ്റ്റ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഇതല്ല കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഈ കാണുന്ന യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ അപ്പോൾ സി എന്ന് പേരിട്ട് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് സി ക്യാപ്പാണ്. അപ്പോൾ വെക്ടർ സി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത് കാണിച്ചു തന്നു. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്പർ വലിയ നമ്പറാണ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. സെയിം നമ്പർ തന്നുകൊണ്ട് നിങ്ങളോട് പറയാണ് എയും ബി എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ സൈഡാ തന്നെന്ന് കൂട്ടിക്കോ. എയും ബി എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ സൈഡാ തന്നെ. ഈ എയും ബി എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ സൈഡ്. കോൺസെപ്റ്റ് ശ്രദ്ധിച്ചേ. ഇത് എ, ഇത് ബി. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചോ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്കായി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അത് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇതിന് പെർപെൻഡിക്കുലർ വെക്ടർ ആണ്. അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. മക്കളെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. എ ക്രോസ് ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ചെറിയ നമ്പർ തന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് വെക്ടർ തന്നിട്ട് ഇങ്ങനെയും ചോദ്യം വരും. അതിനും ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പുകൾ. ഒരു മാറ്റവും ഇല്ല. അപ്പം ഇതിന്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. -17ന്റെ സ്ക്വയർ 17ന്റെ സ്ക്വയർ പ്ലസ് 13ന്റെ സ്ക്വയർ 13ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ. ഇത് എത്ര കിട്ടടാ? 17ന്റെ സ്ക്വയർ എത്രയാണ്? 17ന്റെ സ്ക്വയർ. ഒറ്റ ക്വസ്റ്റ്യൻ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് പറയാട്ടോ. 289 പ്ലസ് 169 പ്ലസ് 49 ഏകദേശം 500 കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത്ര ഏരിയ നിങ്ങൾക്ക് എന്താണ്? ഇതിന്റെ ഫുൾ മാർക്കായി. ഇത്ര ഏരിയ. അത് ഈ കാണുന്ന രണ്ട് പാരലോഗ്രാമിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ എന്തായി? ആൻസറായി. ഇനി ഇതേ ചോദ്യം സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ്. ഇതെന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസ്റ്റന്റ് സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു. സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിളിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണെങ്കിൽ അതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. സെയിം സ്റ്റെപ്പ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ചു. റൂട്ട് 507 ആണ്. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ എന്തായി? ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഒരു ടോപ്പിക് തന്നെ എല്ലാം കണക്ട് ചെയ്യാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഷുവറുമാണ്. പറഞ്ഞ മനസ്സിലാവും. ഇനി ഇതേ ടോപ്പിക്കിനുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. സെയിം ടോപ്പിക്കിനുള്ള മറ്റൊരു കാര്യം നിങ്ങളോട് പറയാണ്. ഇതെന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസ്റ്റന്റ് സൈഡാണെന്ന് പറഞ്ഞു.
എന്നൊരു നിങ്ങളോട് പറയാണ് ഇതിന്റെ ഡയഗണൽ കാണാൻ. ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് ബി എന്ന് പറഞ്ഞ വെക്ടർ. മക്കളെ ഡയഗണൽ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോ. D1 എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി ആണ്. ഈ രണ്ട് വെക്ടറും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? D1 കിട്ടും. രണ്ട് വെക്ടറും ആഡ് ചെയ്താൽ, രണ്ടുകൂടി ആഡ് ചെയ്യാം. 2A പ്ലസ് 3 5I, 1A പ്ലസ് 5 6J, 3A പ്ലസ് -2 പ്ലസ് K. ഓക്കെ ആണോ? അപ്പോൾ ഒരു ടോപ്പിക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടും. പ്ലസ് 3 പ്ലസ് -2 പ്ലസ് K. ഓ കളർ മാറിപ്പോയി. ഇനി ഇതേ ചോദ്യം പറയാണ് ഇതിന്റെ രണ്ടാമത്തെ ഡയഗണൽ കാണാൻ. രണ്ടാമത്തെ ഡയഗണൽ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ചോദിച്ചോ B മൈനസ് എ ആണ്. B മൈനസ് എ വെക്ടർ B മൈനസ് എ മാറിപ്പോണ്ട. A പ്ലസ് ബി പറഞ്ഞാൽ ഡയഗണൽ 1, B മൈനസ് എ ഡയഗണൽ 2. അപ്പൊ B മൈനസ് എ പറഞ്ഞാൽ 3 മൈനസ് 2 that is I. 5 മൈനസ് 1 5 മൈനസ് 1 4J. അടുത്തത് -2 -3 -5K. ഇനി ഇതേ ചോദ്യം ശ്രദ്ധിച്ചോ. സെയിം ചോദ്യം നിങ്ങളുടെ പരീക്ഷ ചോദിക്കുകയാണ്. ഇത് ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡുകളാണ് എയും ബിയും. എന്നിട്ട് ഇതിന്റെ ഡയഗണൽ കണ്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അത് സൈഡ് വെച്ചിട്ടല്ല കാണാൻ പറ്റുന്നത്. സൈഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്താൽ മതി? A ക്രോസ് ബി ചെയ്താൽ മതി. പകരം നിങ്ങളോട് പറയാണ് ഇതിന്റെ ഡയഗണൽ കണ്ടുപിടിച്ചുകൊണ്ട് ഏരിയ കാണാൻ. അപ്പൊ ഡയഗണൽ കണ്ടുകൊണ്ട് ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി ചെയ്താൽ മതി. സോറി, D1 ക്രോസ് D2. അപ്പൊ D1 കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? D1 കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? A പ്ലസ് ബിയും D2 കാണാൻ B മൈനസ് എയും ചെയ്യുന്നു. അപ്പോൾ ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ വെക്ടർ തന്നുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചും മറിച്ചും ചോദിക്കാം. എല്ലാത്തിനും ഒരേ രീതിയിലുള്ള ഐഡിയകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. ശ്രദ്ധിച്ചോ. ഒരു വെക്ടർ തന്നു, വേറൊരു വെക്ടർ തന്നു. ആദ്യം കാണാൻ പറഞ്ഞത് A ക്രോസ് ബി ആണ്. A ക്രോസ് ബി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? A ക്രോസ് ബി നിങ്ങൾ എങ്ങനെ ചെയ്യുക? സാധാ പോലെ ചെയ്യൂലേ? അപ്പം സാധാ പോലെ നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഈ ഉത്തരം ശരിക്കും എന്താണ്? ഈ ഉത്തരം ശരിക്കും ഈ കാണുന്ന വെക്ടർ എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഇതിനും പെർപെൻഡിക്കുലർ ആണ്. അടുത്ത ചോദ്യം എന്താ? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഈ കാണുന്ന വെക്ടർ ഓൾറെഡി എന്താണെന്നറിയാം? ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആണെന്നറിയാം. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. ഐഡിയ മനസ്സിലാണ്ട്? ഐഡിയ ആട്ടോ പഠിക്കേണ്ടത്, വേറൊന്നും പഠിക്കണ്ട. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം വൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ A ആൻഡ് B. ഇത് രണ്ടും അഡ്ജസന്റ് സൈഡ് ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. അത് ഓൾറെഡി നിങ്ങൾ യൂണിറ്റ് വെക്ടറും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്താണ്? സംഭവം സെയിം ആണ്. ഈ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്കിന് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2 ക്വസ്റ്റ്യനും കൂടി ഇതിൽ പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്ക് 2-3 ക്വസ്റ്റ്യൻ, 3-4 ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മക്കളെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ആകെ അറിയേണ്ടത് ഇത്രേ ഉള്ളൂ. I എന്ന് പറഞ്ഞാലും J എന്ന് പറഞ്ഞാലും K എന്ന് പറഞ്ഞാലും 1 ആണ്. ഇതെല്ലാം എന്താണ്? 1 ആണ്. ബാക്കി ഏത് വന്നാലും 0. ഫോർ എക്സാമ്പിൾ I.J വന്നാലും J.K വന്നാലും ഇങ്ങനെ വേറെ ഏത് വന്നാലും എന്താണ്? 0 ആണ്. അപ്പോൾ ആകെ ഇതേ നിങ്ങൾ പഠിക്കേണ്ടേ ഉള്ളൂ. ഇത് 1 ആണെന്ന് മാത്രം പഠിച്ചാൽ മതി. കൂടാതെ ഒരു കാര്യം കൂടി പഠിച്ചോ. ഇതൊരു റൂമാണ്. ആ റൂമിനകത്ത് ആദ്യത്തെ I, രണ്ടാമത്തെ J, മൂന്നാമത്തെ K. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. I ക്രോസ് J എന്ന് പറഞ്ഞാൽ ഉത്തരം K ആണ്. J ക്രോസ് K എന്ന് പറഞ്ഞാൽ ഉത്തരം I ആണ്. K ക്രോസ് I എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? J ആണ്. അത് ഈ ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആണ്. ഇതേ സാധനം തിരിച്ചിട്ടാണ് വരുന്നെങ്കിലോ J ക്രോസ് A ആണെങ്കിൽ -K, I ക്രോസ് K ആണെങ്കിൽ -J, K ക്രോസ് J ആണെങ്കിൽ -I. അങ്ങനെയാണ് വരിക. നേരെ തിരിച്ചിട്ടാണ് വരുന്നെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു കാര്യം കൂടി നോട്ട് വെച്ചോ. I ക്രോസ് I എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെയൊക്കെ ക്രോസ് എടുത്താൽ എന്താ ആൻസർ? 0 ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചിലപ്പോൾ 2 മാർക്കിനും 3 മാർക്കിനും വരെ ചോദ്യം വരാം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കിക്കോ. J ക്രോസ് K ആദ്യം ചെയ്യാം. J ക്രോസ് K കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എങ്ങനെ ചെയ്യാം? ഇത് I, ഇത് J, ഇത് K. അപ്പോൾ J ക്രോസ് K എന്നാൽ ഇങ്ങനെയാണ്. അത് കറക്റ്റ് ഡയറക്ഷൻ ആണ്. I വരും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? I.I എന്ന് എഴുതാം. I.I.
അടുത്ത നോക്കുക ഐ ക്രോസ് കെ നോക്കുക. ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് മൈനസ് വരും. പ്ലസ് ജെ ഡോട്ട് മൈനസ് ജെ പ്ലസ് കെ ഡോട്ട് ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഐ ക്രോസ് ജെ? ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്ഷൻ ആണ്, കെ എന്ന് വരും. അപ്പൊ എന്ത് കിട്ടി? ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1, കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1, ജെ ഡോട്ട് മൈനസ് ജെ എന്ന് പറഞ്ഞാൽ -1. സോ ദ ആൻസർ ഈസ് 1 - 1 + 1 എന്ന് കിട്ടും. സോ 1 - 1 കട്ട് ചെയ്ത് ഉത്തരം 1 കിട്ടി. സോ ആൻസർ 1 ആണ് ആൻസർ. അപ്പൊ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഈ സെയിം ടോപ്പിക്കിന് എന്ത് വരാം? നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാം കേട്ടോ. മക്കളെ അടുത്തൊരു രസകരമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ 4 മാർക്കിന് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പല തരത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് 4 മാർക്കിന് ചോദ്യം കൊണ്ട് നമുക്ക് ഒരു കൗതുകം തോന്നി എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളത്. നന്നായിട്ട് ചോദ്യം ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ വരും. എയും ബിയും എന്താണ്? എനി 2 യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദം, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഫൈൻഡ് തീറ്റ. ഈ തീറ്റ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്ത് വന്നിട്ടുണ്ട്? എ പ്ലസ് ബി എന്ന് പറയുന്നത് അഗൈൻ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? യൂണിറ്റ് ആണ്. മക്കളെ ഇത് ഈ കാണുന്നൊരു രീതിയിൽ ചോദ്യം കണ്ട നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം എൻ്റെ ഐഡിയ എന്താണെന്നറിയോ? അതിനെ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അത് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പൊ ഈ കാണുന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ 1 സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, എ ഡോട്ട് ബി എന്ന് എഴുതുന്നു. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 1 ആണ്. 1 = 1 + 1 2 + 2 ടൈംസ് എ ഡോട്ട് ബി എന്ന് കിട്ടുന്നു. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് കിട്ടും? 1 = ഈ കാണുന്ന 2നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2 ഇൻറ്റു 1 + എ ഡോട്ട് ബി അല്ലേ? 2 × 1 2 + 2 × എ ഡോട്ട് ബി. സോ ഈ കാണുന്ന 2നെ കൊണ്ടാൽ 1/2 = 1 + എ ഡോട്ട് ബി. സോ പ്ലസ് 1 ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താണ്? -1. സോ 1/2 - 1 = എ ഡോട്ട് ബി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊണ്ടുവരാം കേട്ടോ. ഈ 2നെ കൊണ്ടുവന്നാൽ ഇത് -1 ആയി, -1/2. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ -1/2 = എ ഡോട്ട് ബി എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആംഗിൾ ബിറ്റ്വീനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആംഗിൾ ബിറ്റ്വീൻ എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ ബിറ്റ്വീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. cos θ ആണ്. cos θ = a dot b divided by a dot b എന്ന് പറഞ്ഞാൽ -1/2 divided by magnitude of a into magnitude of b. magnitude of a എന്ന് പറഞ്ഞാൽ 1 into magnitude of b എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്ത് കിട്ടി? cos θ = -1/2. സോ θ = cos inverse of -1/2. cos inverse of -1/2 എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യാം? നമ്മൾ ഇൻവേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. കോസിന്റെ ഉള്ളിൽ കോസ് സീക്ക് കോട്ട്, ഈ മുന്നിൽ ഇൻവേഴ്സ് എന്ത് ചെയ്യാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് തീറ്റ എന്ന് എഴുതാം. സോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്നാൽ π/3. സോ ദ ആൻസർ ഈസ് 2π/3 is the right answer. 2π/3. നല്ലൊരു കിഡിലും ക്വസ്റ്റ്യൻ ആണ്. ഒരു A+ പക്ക ഒരു അടിപൊളിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ചോദ്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സെന്റൻസിന് പകരം എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് A + B = 1 എന്ന് തരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് A = 1 എന്ന് തരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് B = യൂണിറ്റ് വെക്ടർ എന്നൊക്കെ തന്നിട്ട് ആംഗിൾ ബിറ്റ്വീൻ കാണാൻ ചോദിക്കും. അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് രസകരമായിട്ട് പഠിക്കാം. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ആ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക കേട്ടോ. സോ യെസ്, ഇനി 2 വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു A ഡോട്ട് B = എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 2 × -4 -8 P × -6 -6P and 1 × 26 + 26 = 0 ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാം? 26 -8 കുറച്ചാൽ എത്രയാണ്? 18 ആണ്. -6P അങ്ങോട്ട് കൊണ്ടാൽ എന്തായി? +6P ആയി. സോ നിങ്ങൾക്ക് പിന്റെ വാല്യൂ കിട്ടും 18/6 3. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടണം. ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യാം. നല്ല നല്ല ചോദ്യങ്ങളായതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.
ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ ഫോർമുല എന്ന് നാളത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യത്തിൽ ചോദ്യം കാണുകയാണെങ്കിൽ മിക്കവാറും ഇതുപോലത്തെ സെന്റൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെക്ഷൻ ഫോർമുലേന്റെ ചിത്രം അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു വെക്റ്റർ തരും, വേറൊരു വെക്ടറും തരും, എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കുന്ന വരയും തരും. ആ വര കട്ട് ചെയ്യുന്ന റേഷ്യോ തരും. എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വെക്റ്റർ കാണാൻ ഇതായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഈ കാണുന്ന വെക്ടറിനെ ബി എന്നും ഈ കാണുന്ന വെക്ടറിനെ എ എന്നും വിളിക്കാം. ഈ കട്ട് ചെയ്യുന്ന റേഷ്യോനെ m:n എന്ന് വിളിക്കാം. ഇതാണ് റേഷ്യോന്റെ ചിത്രം. വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ക്വസ്റ്റ്യനാണ് റേഷ്യോന്റെ ചിത്രം? ഇന്റേണലി ആണെങ്കിൽ, എക്സ്റ്റേണലി ചോദിക്കാൻ ചാൻസ് കുറവാണ്. സോ ഈ കാണുന്ന ചിത്രം നമുക്ക് ഈ ചോദ്യം വായിച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയാലോ. ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി ആർ OA. ഇത് O എന്ന് പറഞ്ഞ പോയിന്റ്, OA എന്ന് പറഞ്ഞാൽ ഇത്, that is 2i minus j minus k. And OB എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റ്, that is 2i minus j plus 2k. Respectively, the position vector of a point P which divide the line segment joining A and B. എയും ബിയും ജോയിൻ ചെയ്യാണ്. ഇത് A ആണ്, ഇത് B ആണ്. ഇതിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 2:1 ആണ്. ഈ കാണുന്ന പൊസിഷൻ വെക്ടർ എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ചെയ്യാൻ ഒരു പണിയുമില്ല മക്കളെ. 2:1 അല്ലേ? സോ ആൻസർ ഈസ് m ഇൻറ്റു, ഇതാണ് m, ഇതാണ് n. സോ റേഷ്യോ ആർ വെക്ടർ കാണാനുള്ള യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എത്ര ഉള്ളൂ? mb പ്ലസ് na ഡിവൈഡഡ് ബൈ m പ്ലസ് n ആണ്. mb പ്ലസ് na ഡിവൈഡ് ബൈ m പ്ലസ് n. m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു ബി, 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2i മൈനസ് ജെ പ്ലസ് 2k പ്ലസ് na എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2i മൈനസ് ജെ മൈനസ് k ഡിവൈഡ് ബൈ m പ്ലസ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 4, 4 പ്ലസ് 2 6, 6i. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2, മൈനസ് 2 മൈനസ് 1 മൈനസ് 3j. 2 ഇൻറ്റു 2 4, 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3k ഡിവൈഡ് ബൈ 3. എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 2i ആണ്. മൈനസ് 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ജെ ആണ്. ആൻഡ് പ്ലസ് 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് കെ ആണ്. സോ ഇതിന് ആൻസർ എത്രയാണ്? 2i മൈനസ് ജെ പ്ലസ് കെ. ഇതാണ് ഈ കാണുന്ന വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പുക പോലെ നോക്കിയിരിക്കും. സോ മക്കളെ, ഒറ്റ ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ട് നമുക്ക് വെക്ടർ ആൾജിബ്ര അവസാനിപ്പിക്കാൻ വേണ്ടി 3Dയിലെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചെയ്യാൻ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പേടിക്കരുത്. A.Bയും അതോടൊപ്പം തന്നെ A×B ഒരുമിച്ച് കണ്ടാൽ ഒന്നുമില്ല, സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട് നോക്കുക. A.Bന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ cos θ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? cos θ അപ്ലൈ ചെയ്യുന്നു. cos θ ഈക്വൽ ടു A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B എന്ന് ചെയ്യാം. അപ്പോൾ 12 2 വെട്ടാം, 6 എന്ന് കിട്ടും. 6/10 എന്ന് കിട്ടും. 6/10 പറഞ്ഞാൽ എത്രയാണ്? 3/5. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A×B ആ. നമുക്കറിയാം A×B എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B. ഇക്വേഷൻ എന്താണ്? A×B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ, ഈ കാണുന്നത് തീറ്റ ആണെങ്കിൽ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സെമീപോഷൻ ബൈ കർണം അഥവാ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, പൈതഗോറസ് യൂസ് ചെയ്താൽ ഇത് 4 കിട്ടും. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 4/5 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് പറഞ്ഞാൽ എത്രയാ? 10. മാഗ്നിറ്റ്യൂഡ് ഓഫ് B എന്ന് പറഞ്ഞാൽ എത്രയാ? 2. അപ്പോൾ അത് നേരെ ക്രോസ് പോയിന്റ് എടുത്ത് തന്നിട്ട് 10 ഇൻറ്റു 2 20 ഇൻറ്റു 20 ഇൻറ്റു 4/5 20 ഇൻറ്റു 4/5 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 കിട്ടിയ 4 16 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B. ഇതൊക്കെ ഈ കാണുന്ന ലൈവിൽ ഞാൻ ഈ കാണുന്ന റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് ഇൻ കേസ് എക്സാം ടഫായിട്ട് വരികയാണെങ്കിൽ പോലും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. ഇനി ഞാൻ നേരെ 3Dയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. 3D
അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചാൽ ഇത് നിങ്ങൾ ചെയ്തു നോക്കട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്, വേറൊരു വെക്ടറും തന്നിട്ടുണ്ട്, എന്നിട്ട് ഷോ ദാറ്റ് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ വെക്റ്ററിൽ നിന്ന് ഈ വെക്ടർ കുറയ്ക്കുക, അപ്പം നിങ്ങൾക്ക് എ മൈനസ് ബി കിട്ടും. എന്നിട്ട് ഈ രണ്ട് വെക്ടറും ആഡ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് എ പ്ലസ് ബി കിട്ടും. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ ഐ ജെ കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം കേട്ടോ. അത് ഈ കാണുന്ന ഉത്തരത്തിന് സെയിം ആണോ നോക്കിയാൽ മതി. എ ക്രോസ് ബി കാണുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, ഈ സെയിം ആൻസർ കിട്ടും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, ഇനി ഞാൻ നേരെ 3Dയിലേക്ക് ഒന്ന് കിടക്കാൻ പോകട്ടെ. 3Dയിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സംഭവം സിമ്പിളാണ്, നിങ്ങൾ ഒരുപാടൊന്നും പഠിക്കാനില്ല. 3Dയിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുപോലെ ഡയറക്ഷൻ കൊസൈൻ കാണാൻ ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. ഡയറക്ഷൻ കൊസൈൻ അത് നമ്മൾ വെക്ടറിൽ തന്നെ പഠിച്ചു, ശ്രദ്ധിച്ചോളൂ. ഡയറക്ഷൻ കൊസൈൻ കാണാൻ ഒരു പണിയുമില്ല. വെക്ടർ എ 1/, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ √3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ എന്താ, 1/√3 1/√3 1/√3. ഇത്രയുള്ള ആൻസർ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. വെക്റ്റർ ഇക്വേഷൻ എഴുതണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതണം. മക്കളെ വെക്റ്റർ ഇക്വേഷൻ്റെ ഇക്വേഷൻ എന്താ, ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അതെങ്ങനെ എഴുതുക, എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ് ഐ പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ, ഈ തന്നിരിക്കുന്ന വെക്റ്റർ. ഇത്ര ഫുൾ മാർക്കാണ്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാലോ. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു y minus y1 by b equal to z minus z1 by c. അപ്പോൾ ഈ കാണുന്ന ചോദ്യത്തിൽ നിന്ന് 2 മാർക്കിന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം ഏതാണ്, ഈ രീതിയിലൊരു ചോദ്യമാണ്. അതായത് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾ അതിനെ വെക്റ്റർ ഇക്വേഷനിലേക്ക് എഴുതാൻ പറയാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്റ്റർ ഇക്വേഷൻ അങ്ങനെ എഴുതാം. ആർ വെക്റ്റർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് x1 അല്ലേ നമ്മൾ ചെയ്തത്, എക്സ് മൈനസ് x1 അല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 ആണെങ്കിൽ ഇവിടെ വന്നതൊക്കെ നോക്കിയേ, -1 -2 -3 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്നത് +1 +1 +1 ആണെങ്കിൽ നമ്മുടെ പോയിന്റ് എന്തായിരിക്കും, -i -j -k. ഇതാണ് വെക്റ്റർ തന്നിരിക്കുന്ന പോയിന്റ്. അത് ഗിവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1 -1 -1 പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തന്നിരിക്കുന്ന വെക്ടറാണ് എ ബി സി 7i -6j + k. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ശ്രദ്ധിക്കുക, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആർ വെക്ടറിന് പകരം അടുത്ത ആർ വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ പ്ലസ് ആർ വെക്ടർ ഈക്വൽ ടു ഇവിടുത്തെ പോയിന്റ് 3 5 7 3i + 5j + 7k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, i -2j + k. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ കാണുന്ന ചോദ്യത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് മെൻഷൻഡ് ഇൻ പാർട്ട് ബി. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഈ 2 ലൈനുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ. മക്കളെ ഈ 2 എണ്ണത്തിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എപ്പോഴും ശ്രദ്ധിച്ചോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, b1 ക്രോസ് b2 ഡോട്ട്, കുറച്ചധികം ചെയ്യാനുണ്ടാവും. ഇത് ഷുവർ ക്വസ്റ്റ്യനാണ്. ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. ഇത് നിങ്ങൾ ആരും പഠിക്കാതെ പോയിട്ട് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് b1 കണ്ടുപിടിക്കാം മക്കളെ? b1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്പറാണ് b1. എന്താണ് b2? ഈ കാണുന്ന നമ്പറാണ്. എന്താണ് a1 എന്ന് പറഞ്ഞാൽ? a1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്പർ -1 -1 -1. a2 എന്ന് പറഞ്ഞാലോ 3 5 7. അപ്പോൾ ഞാൻ ഇത് ഓർഡറിൽ എഴുതാൻ പോവാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, a2 - a1 ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് a2 - a1 ചെയ്യുക? a2 എന്ന് പറഞ്ഞാൽ ഇത് 3 3 - -1 3 + 1 5 - -1 5 + 1 7 - -1 7 + 1. അതെങ്ങനെ ഇതിന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, a1 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് a1 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. a1 എന്ന് പറഞ്ഞാൽ എന്താ, -i -j -k. a2 എന്ന് പറഞ്ഞാൽ എന്താ, 3i 5j 7k. അപ്പോൾ a2 - a1 എന്ന് പറഞ്ഞാൽ എന്ത് വരും,
3 മൈനസ് മൈനസ് 1 5 മൈനസ് മൈനസ് 1 7 മൈനസ് മൈനസ് 1 അതാണ് കിട്ടിയത്. ഇനി അടുത്ത എന്ത് ചെയ്യാം, B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. വാട്ട് ഈസ് B1 ക്രോസ് B2? മക്കളെ ശ്രദ്ധിച്ചു, B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, I J K. 7 മൈനസ് 6 1 1 മൈനസ് 2 1 എന്ത് കിട്ടും? മൈനസ് 6 മൈനസ് മൈനസ് 2 മൈനസ് 6 പ്ലസ് 2 7 മൈനസ് 1 6 മൈനസ് 14 മൈനസ് മൈനസ് 6 മൈനസ് 14 പ്ലസ് 6 മൈനസ് 8 കിട്ടും. സോ അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടിയടാ? ദാറ്റ് ഈസ് മൈനസ് 4i മൈനസ് 6j മൈനസ് 8k. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. കാരണം എന്ത് കിട്ടണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കിട്ടണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 4 സ്ക്വയർ 16 മൈനസ് 6 സ്ക്വയർ 36 പ്ലസ് 8 സ്ക്വയർ 64 എന്നിട്ട് റൂട്ട് 116 കിട്ടും. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താ? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. B1 ക്രോസ് B2 പറഞ്ഞാൽ എന്താടാ? വാട്ട് ഈസ് B1 ക്രോസ് B2? മൈനസ് 4 മൈനസ് 6 മൈനസ് 8 4 6 8 മൈനസ് 4 മൈനസ് 6 മൈനസ് 8 ഡോട്ട് 4 6 8. So multiply to minus 4 into 4 minus 68 minus 6 into 6 minus 36 minus 8 into 8 that is minus 84 64. അത് മൈനസ് 116 കിട്ടും. മൈനസ് 116. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് 1. നമുക്കറിയാം ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. സോ മോഡുലസ് ഇടാം. 116 ബൈ റൂട്ട് 116 എന്ന് കിട്ടും. ആ റൂട്ടിനെ ഒഴിവാക്കാൻ ആ റൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 116 എന്ന് കിട്ടും. അത് 2 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഡിവൈഡ് ബൈ 2 അല്ലേ? സോറി റൂട്ട്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പരീക്ഷയ്ക്ക് വരും. അതിന് മുമ്പ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. മക്കളെ ഇതേ ടോപ്പിക് നോക്കി. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻ. നമുക്ക് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ എന്താ? കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇനി നിങ്ങൾക്ക് വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞ ഒരു പണിയില്ല. ഈ കാണുന്നതാണ് B1, ഇതാണ് B2, ഇതാണ് A1, ഇതാണ് A2. ഇനി നേരത്തെ ചെയ്ത അതേ പ്രോസസ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 ക്രോസ് B2 അതങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യനോട് ചെയ്ത ഈ ചാപ്റ്റർ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞു. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ശരിക്കും എന്താ ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അറിയോ? ഇതൊരു ലൈനാന്ന് വിചാരിച്ചോ. വെക്റ്റർ അല്ല, ഒരു ലൈനാണ്. ഒരു ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതിയാൽ അങ്ങനെയാ? ആ ലൈനിന് എന്തുണ്ടാവും? ഒരു പാരലൽ വെക്റ്റർ ഉണ്ടാവും. ആ ലൈനിന്റെ കൂടെ തന്നെ ഒരു വെക്റ്റർ പാരലായിട്ട് പോകും. ആ കാണുന്ന വെക്ടറിനെയാണ് നമ്മൾ B1 വെക്ടർ എന്ന് വിളിക്കുക. നമുക്കറിയാം R വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് ലാംഡ ബി അല്ലേ? അതിൽ A എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്. ഇതാണ് A വെക്ടർ. A എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, ഒരു പോയിന്റ് ഉണ്ടാവുക 1 2 3 ഏതെങ്കിലും. B എന്ന് പറഞ്ഞാൽ ഇതിന് പാരലുള്ള ഒരു വെക്റ്റർ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു L ആണ്, ഇത് വേറൊരു L ആണെന്ന് വിചാരിച്ചോ. 2 L ആണ്. ഇതിനും എന്തുണ്ടാവും? ഇതേപോലെ ഒരു B2 ഉണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും, ഒരു ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ലൈൻ്റെയും ഇടയിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഇതിപ്പോൾ 2 ലൈനാണെന്ന് വിചാരിച്ചോളൂ. ഇത് 2 ലൈന്, ഇത് ഇങ്ങനെ പോകുന്നു, ഒന്ന് ഇങ്ങനെ പോകണം, ഒന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ ഇതിന്റെ പാരലൽ വെക്ടർ ഞാൻ നേരെ താത്തി വെച്ചു. ഈ കാണുന്ന അടിയത്തെ ഇതിന്റെ പാരലൽ വെക്ടറിനെ ഞാൻ എന്ത് ചെയ്തു? മേലോട്ട് വെച്ചു. അപ്പോൾ ഈ കാണുന്നതിന്റെ ഡയറക്ഷനും ഈ കാണുന്ന ഡയറക്ഷനും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവും. അത് ഈ B1 ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നു, B2 ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നു, അങ്ങനെ അവസാനം അവരെന്ത് ചെയ്യും? കൂട്ടിമുട്ടും. മേലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഈ 2 വരകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 2 പാരലൽ വെക്ടറിന് ഇടയിലുള്ള ആംഗിൾ ആണ്. അതായത് B1 വെക്ടറിനും B2 വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് 2 വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ, 2 വെക്ടറിന് ഇടയിലുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A ഡോട്ട് ബി. എന്റെ സ്ഥാനത്ത് B1 ഉം ബിന്റെ സ്ഥാനത്ത് B2. A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത ആൻസർ.
ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ വെക്ടറിൽ ചെയ്ത പോലെ. സോ ആൻസർ എന്ത് വരും? സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു b1 ഡോട്ട് b2. b1 എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം ആണോ നോക്കട്ടെ. x മൈനസ് എ വൈ മൈനസ് ബി സെഡ് മൈനസ് സി. x മൈനസ് എ വൈ മൈനസ് ബി സെഡ് മൈനസ് സി. b1 ഡോട്ട് b2 പറഞ്ഞാൽ 2 ഇൻറ്റു മൈനസ് 1 5 ഇൻറ്റു 8 മൈനസ് 3 ഇൻറ്റു 4 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25, 25 4 29, 29 9 38 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b2 മൈനസ് 1ന്റെ സ്ക്വയർ 1, 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ എന്ത് കിട്ടും? 40 14 കുറച്ചാൽ 26 ഡിവൈഡഡ് ബൈ റൂട്ട് 38 ഇൻറ്റു 64 6 70 10 80 81. അപ്പോൾ എത്ര കിട്ടി? 26 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 26 ഡിവൈഡ് ബൈ റൂട്ട് 80 പറഞ്ഞാൽ 9 ആണ്. 9 റൂട്ട് 38 ഞാൻ റൂട്ട് 38. സോ തീറ്റ ആയിക്കോട്ടെ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ് 26 ഡിവൈഡ് ബൈ ഞാൻ റൂട്ട് 38. അതാണ് ആൻസർ. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ നോക്കുക മക്കളെ. എനർജി എന്ന് പറയുന്നത് യെസ് കുറവുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വർഷം ഞാൻ പുതിയ പരീക്ഷണം നടത്തിയത് എന്താണെന്ന് വെച്ചാൽ നല്ല നിങ്ങൾക്ക് എക്സാം ടഫായി വന്നല്ലോ. ഒരു ക്രിസ്മസ് എക്സാം അതിൻ്റെ ഹാഫ് ഇയറിലൊക്കെ ആവുന്ന സമയത്ത് ആ എക്സാം ടഫായ സമയത്ത് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില കുട്ടിക്ക് ദഹിച്ചിട്ടില്ല. കാരണം ടഫായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് അത് പിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ്, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. സോ പേടിക്കേണ്ട, അതുകൊണ്ടാണ് റെക്കോർഡ് വീഡിയോ കിട്ടിയത്. വേണ്ടാത്ത ആൾക്ക് എന്ത് ചെയ്യുക, സ്കിപ്പ് അടിക്കുക. ലൈവ് ആകുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് കാണുന്ന റെക്കോർഡ് വീഡിയോകളൊക്കെ കാണാം. സോ ഇത്രയും വീഡിയോസുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പഠിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ അയക്കണമെന്നൊന്നുമില്ല. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ +2 എക്സാം അടിപൊളിയാക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.